നീ പറയുന്നതൊക്കെ എങ്ങനെ വിശ്വസിക്കും സന്ദീപേ? പാർട്ടിക്ക് പോയ നീ അവിടെ റൂം എടുത്തത് എന്തിനാ? അത് ക്ഷീണം കാരണം കിടക്കാൻ. അപ്പോഴാ ഇവൾ അതിലുണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോഴേക്കും പോലീസ് വന്നോണ്ട് അവരൊന്നും വിശ്വസിച്ചില്ല. പത്മനാഭൻ ചോദിച്ചത് കേൾക്കെ സന്ദീപ് തലയുയർത്താതെ തന്നെ മറുപടി പറഞ്ഞു. ക്ഷീണമുണ്ടിൽ വീട്ടിൽ വന്ന് കിടക്കണം, അല്ലെങ്കിൽ തന്നെ ക്ഷീണമുള്ളവൻ എന്തിനാ അങ്ങോട്ട് പോയത്? വിജയൻ വിശ്വസിക്കാത്ത മട്ടിൽ പുച്ഛത്തോടെ പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കണ്ട, എനിക്കറിയാം അവൻ അങ്ങനെ ചെയ്യില്ലെന്ന്. നീ ഈ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ വിട്ടിട്ട് വാ സന്ദീപേ, ബാക്കി വരുന്ന പോലെ നോക്കാം നമുക്ക്. വിജയനോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ലളിത സന്ദീപിൻ്റെ അടുത്തെത്തി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കെട്ടുകഴിഞ്ഞ പെണ്ണ് ചെക്കൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ലളിത പറയുന്നത് കേട്ടുകൊണ്ട് ഭാവമാറ്റം ഒന്നുമില്ലാതെ തന്നെയും സന്ദീപിനെയും നോക്കി നിൽക്കുന്ന വേണിയൊന്ന് നോക്കി ദേഷ്യം അടക്കിക്കൊണ്ട് അച്ചു ലളിതയോട് പറഞ്ഞു. ഇവിടെ വന്ന് കെട്ടിലമ്മ ചമഞ്ഞ് നിൽക്കാമെന്ന് നീ വിചാരിക്കണ്ടേ? ഇതിനെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാൽ മനുഷ്യൻ സമാധാനത്തോടെ എങ്ങനെ ഉറങ്ങും? കണ്ടില്ലേ അവളുടെ ദേഷ്യം? അച്ചു പറഞ്ഞത് കേട്ടുകൊണ്ട് ലളിത അവൾക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു. ദാ ചെറിയമ്മേ, ഈ ഉറക്കഗുളിക കഴിച്ചാൽ മതി, സമാധാനത്തോടെ ഉറങ്ങാം. വേണ്ടേ? ചെറിയമ്മ ഇത് കഴിക്കാറില്ലേ? തൻ്റെ കയ്യിലെ ഗുളികയിലേക്കും തൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി വിളറി നിൽക്കുന്ന ലളിതയോടായി ഭദ്രൻ ഒന്നുകൂടി എടുത്ത് ചോദിച്ചു. എനിക്കെന്തിനാ? ഞാൻ വെറുതെ പറഞ്ഞതാ, ഞാനിതൊന്നും കഴിക്കാറില്ല. തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന ഭദ്രന് മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ തപ്പിത്തടഞ്ഞുകൊണ്ട് ലളിത എന്തൊക്കെയോ പറഞ്ഞു. എന്താ ലളിതേ, എന്താ വല്ലാതെ വിയർക്കുന്നേ? വെള്ളം വല്ലതും വേണോ? സന്ദീപിൻ്റെ കാര്യം ഓർത്തുള്ള വേവലാതിയാണെന്ന് ഓർത്തുകൊണ്ട് ജാനകിയമ്മ അവർക്കടുത്തേക്ക് വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇനി പറഞ്ഞോ ചെറിയമ്മേ, ചെറിയമ്മ ഉറക്കഗുളിക കഴിക്കാറുണ്ടോ? ഞാൻ കഴിക്കാറില്ല. നീ എന്തിനാ എന്നോട് ഇതൊക്കെ ചോദിക്കുന്നേ? ഭദ്രൻ ചോദിച്ചത് കേട്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് ലളിത പറഞ്ഞു. കഴിക്കാറില്ല എങ്കിൽ ഇത് ചെറിയമ്മയുടെ മുറിയിൽ എങ്ങനെ വന്നു? ചെറിയച്ഛൻ ഇത് കഴിക്കില്ല എന്ന് എനിക്കറിയാം, അല്ലേ ചെറിയച്ഛ? അതെ, ഞാൻ കഴിക്കാറില്ല. പക്ഷേ ലളിത കഴിക്കുന്നതായും എനിക്കറിയില്ല. എന്താ ഭദ്ര, എന്താ നീ ചോദിക്കാൻ കാരണം? ഭദ്രൻ ചോദിച്ചത് കേൾക്കെ വിജയൻ സംശയത്തോടെ ചോദിച്ചു. ഇന്ന് വേണിക്കൊരു വയ്യായിക വന്നിരുന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിൻ്റെ റിസൾട്ട് ഡോക്ടർ ഇപ്പോൾ അയച്ചു തന്നതിൽ സ്ലീപ്പിംഗ് പിൽസ് ഉള്ളിൽ പോയതിൻ്റെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണി ഇവിടുന്ന് രാവിലെ കുടിച്ച പാലാണ് അവസാനമായി അവളുടെ ശരീരത്തിൽ പോയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളിലായിരിക്കണമല്ലോ ഇത് കലർത്തിയിട്ടുണ്ടാവുക. ഞാനാണോടോ ഇവൾക്ക് പാല് കൊടുത്തത്? ജാനകിയമ്മയല്ലേ? നീ അങ്ങോട്ട് ചോദിക്കുന്നതിന് പകരം എന്നോടാണോടാ ചോദിക്കുന്നേ? ഷെടാ, ഇതിപ്പോൾ എന്ത് വന്നാലും എല്ലാവരും എൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തിനാ? ഭദ്രൻ്റെ വിശദീകരണം കേട്ട ഉടനെ ദേഷ്യത്തോടെ ലളിതാമ്മ പറഞ്ഞു. വല്യമ്മേ, ഞാനൊന്നും ചേർത്തില്ല മോനെ. ഞാനെന്തിനാ എൻ്റെ കുട്ടിക്ക്? അവളും എൻ്റെ മോള് തന്നെയല്ലേ? ഭദ്രൻ വിളിച്ചത് കേൾക്കെ ജാനകിയമ്മ പകച്ചുകൊണ്ട് പറഞ്ഞു. എന്താ വല്യമ്മ ഇത്? വല്യമ്മ ചെയ്തു എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, പാല് തിളപ്പിക്കുന്ന സമയം വല്യമ്മ വേറെ എങ്ങോട്ടേക്കിലും മാറുകയോ അല്ലെങ്കിൽ ആ സമയം അവിടെ വേറെ ആരെങ്കിലും വരികയോ മറ്റോ ചെയ്തോ, അതറിയാൻ വേണ്ടിയാ. അങ്ങനെ പാല് തിളപ്പിച്ച് അത് തണുക്കാൻ വെച്ചിട്ട് ഞാൻ വല്യച്ഛന് ചായ കൊടുക്കാൻ പോയിരുന്നു. വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഭദ്രൻ ചോദിച്ചത് കേൾക്കെ ആശ്വാസത്തോടെ ജാനകിയമ്മ പറഞ്ഞു. നിനക്ക് നമ്മളൊക്കെ മോശക്കാരായി അല്ലേ ഭദ്ര? ആ, ഞാനും എൻ്റെ പിള്ളേരുമാണല്ലോ ഇവിടെ കൊള്ളാത്തവർ. നിങ്ങളിത് കേട്ടല്ലോ അല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ ഇവിടെ അധികപ്പറ്റാണ് എന്ന്. ജാനകിയമ്മ പറഞ്ഞു കഴിഞ്ഞതും ദുഃഖത്തോടെ ലളിത പറഞ്ഞുകൊണ്ട് വിജയൻ്റെ അടുത്തായി പോയി ഇരുന്നു കൊണ്ട് കരയാൻ തുടങ്ങിയിരുന്നു. ചെറിയമ്മ, ദാ ഇതൂടെ നോക്കിയിട്ട് ബാക്കി കരഞ്ഞോ? തൻ്റെ ഫോൺ മുന്നിലേക്ക് നീക്കി എല്ലാവരും കാണുകെ വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് ഭദ്രൻ പുച്ഛത്തോടെ പറഞ്ഞു. ഇത് ഞാൻ വേറെ എന്തിനോ? എൻ്റെ മരുന്ന് മേടിക്കാൻ വേണ്ടി. മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് മേടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന തൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ലളിത ഞെട്ടിക്കൊണ്ട് പറഞ്ഞു. ചെറിയമ്മയ്ക്കുള്ള മരുന്ന് കഴിഞ്ഞ ദിവസം ചെറിയച്ഛൻ മേടിച്ചു തന്നിരുന്നു എന്ന് എനിക്കറിയാം. ഈ വീഡിയോ ഉൾപ്പെടെയുള്ളത് ഈ സമയം കൊണ്ട് എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാമെങ്കിൽ അവിടെ ചെറിയമ്മ മേടിച്ച സ്ലീപ്പിംഗ് പിൽസിൻ്റെ ബില്ലും എനിക്ക് കിട്ടിയിരിക്കുമെന്ന് ഓർക്കണം. ഇനിയും കള്ളം പറയാനാ ഭാവമെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെയും കള്ളം പറയാൻ ഭാവിച്ചു കൊണ്ടുവരുന്ന ലളിതയെ തടഞ്ഞുകൊണ്ട് ഭദ്രൻ ഗൗരവത്തിൽ പറഞ്ഞു. അത് സൂര്യ പറഞ്ഞിട്ട്.
ഇനിയും പറഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലളിത തലതാഴ്ത്തി പതിയെ പറഞ്ഞു. എന്തിന്? സൂര്യയ്ക്ക് ഭദ്രനെ ഇഷ്ടം. വിജയൻ ആദ്യത്തെ ഞെട്ടലിൽ നിന്ന് വിട്ടുകൊണ്ട് സംശയത്തിൽ ചോദിച്ചത് കേൾക്കെ ലളിത മറുപടി പറഞ്ഞതും ലളിതയുടെ കവിളിൽ വിജയന്റെ കൈകൾ പതിഞ്ഞിരുന്നു. ഏട്ടനല്ലടി ഇത് അവളുടെ. നീയൊക്കെ ഇത്. അത് കുടിച്ച് വേണിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? പറ്റാൻ വേണ്ടിയല്ലേ നീയൊക്കെ ചെയ്തത്? ചെറിയച്ച, ഇവളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. വേണിയെ ഒരുപാട് ഉപദ്രവിച്ചതാ ഇവളും ഇവളുടെ അമ്മയും കൂടി. ഇവിടെ ആർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ചെറിയച്ഛനൊരു തീരുമാനമെടുക്കണം. വിജയന്റെ ദേഷ്യം കണ്ടുകൊണ്ട് ഭദ്രൻ അച്ചുവിനെ ചൂണ്ടിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. എനിക്ക് മനസ്സിലാകും. ലളിതേ, എടുക്കാനുള്ളതൊക്കെ എടുത്തോ. ഇനി ഇവിടെ നിൽക്കണ്ട. നിന്നോടും കൂടിയാ പറഞ്ഞത്. മാഷ് പറഞ്ഞ് ഇവളെക്കുറിച്ച് എനിക്കും അറിയാം. ഇവിടെ നിന്ന് ഇവളും കൂടി വേണിയെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഭദ്രൻ പറഞ്ഞത് കേൾക്കെ വിജയൻ ഒന്ന് ആലോചിച്ച ശേഷം ദേഷ്യം മടക്കി ലളിതയ്ക്കും സന്ദീപിനും നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. വിജയ, നീ ഒന്ന് അടങ്ങ്. നിന്നോട് പോകാനല്ലല്ലോ പറഞ്ഞത്. ഇവരെ കൊണ്ട് നീ എങ്ങോട്ട് പോകാനാ? ഇല്ല ഏട്ടാ, ഇവളെയും കൊണ്ട് ഇനി ഇവിടെ നിന്നാൽ ഭദ്രനെയും വേണിയെയും ജീവിക്കാൻ സമ്മതിക്കില്ല. എനിക്കും ഒരു വീടുണ്ടല്ലോ. ചെറിയ വീടാണെന്ന് പറഞ്ഞ് ഇവർക്കല്ലേ അത് പിടിക്കാതെ ഇങ്ങോട്ട് വന്നത്. അമ്മയുടെ ആഗ്രഹം കൂടി ആയതുകൊണ്ട് ഞാനത് സമ്മതിച്ചു കൊടുത്തു. അതെൻ്റെ തെറ്റ്. തന്നെ സമാധാനിപ്പിക്കുന്ന പത്മനാഭനെ നോക്കി വിജയൻ വിഷമത്തോടെ പറഞ്ഞു. ഒരു അബദ്ധം പറ്റിയതാ വിജയേട്ടാ. ഇനി ചെയ്യില്ല. നമുക്ക് ഇവിടെ നിന്നാ മതി. വേണ്ട, ഇവിടെ നിന്നത് മതി. എടുക്കാനുള്ളത് എടുത്ത് വേഗം ഇറങ്ങാൻ നോക്ക്. ഡ്രസ്സല്ലേ ഉള്ളൂ. 1 മണിക്കൂർ അതിനുള്ളിൽ ഇറങ്ങിയിരിക്കണം. ലളിത പറഞ്ഞത് കേട്ട് ഉറച്ച തീരുമാനം പറഞ്ഞുകൊണ്ട് ബാക്കി പറയാനോ കേൾക്കാനോ നിൽക്കാതെ വിജയൻ മുറിയിലേക്ക് നടന്നിരുന്നു. എല്ലാവരെയും ഒന്ന് നോക്കി വിഷമത്തോടെ ലളിതയും വിജയന് പുറകെയായി അകത്തേക്ക് നടന്നു. എന്താ അനു, എന്ത് പറ്റി? അകത്തേക്ക് പോയ വിജയനെ നോക്കി വിഷമത്തോടെ നിൽക്കുന്ന അവളുടെ അടുത്ത് പോയി നിന്നുകൊണ്ട് വേണി തിരക്കി. ചെറിയച്ഛൻ പോകേണ്ടായിരുന്നു. ചെറിയച്ഛൻ മാത്രമായി എങ്ങനെയാ ഇവിടെ നിൽക്കുന്നേ? കാണണമെന്ന് തോന്നുമ്പോൾ നമുക്ക് പോയി കാണാം. നീ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോകാം. പോരെ? അനു പറഞ്ഞത് കേട്ട് അടുത്തു നിന്ന അരവിന്ദൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ആഗ്രഹം പോലെ തന്നെ നടന്നു അല്ലേ? കെട്ടിക്കയറി വരുന്ന പെണ്ണിനെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും കുടുംബത്തോടെ ഇറക്കി വിടാറാക്കിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? എല്ലാവരെയും ഒന്ന് നോക്കി മുകളിൽ ഡ്രസ്സ് എടുക്കാനായി റൂമിലേക്ക് പോയ സന്ദീപിനെ കാണെ വേണിക്കരികിലേക്ക് വന്നുകൊണ്ട് അച്ചു ചോദിച്ചു. ഞാനതിന് വേണിയെ കുരുക്കാൻ സന്ദീപിൻ്റെ കൂടെ സഹായത്തിന് നിന്ന നിന്നെ വീട്ടിൽ നിന്നല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. നിന്നെയൊക്കെ ഇപ്പോഴും ഈ നിൽക്കുന്നവൾക്ക് വെറുക്കാൻ പറ്റിയിട്ടില്ല എന്നറിഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചതാ. അതുകൂടാതെ നിനക്കുള്ള ശിക്ഷയാ ഇപ്പോൾ നിനക്ക് കിട്ടിയവൻ എന്നറിയാവുന്നതുകൊണ്ടും. പക്ഷേ ഇനിയും വേണിയെ ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ അർദ്ധങ്ങ് മറക്കും. വേണിക്ക് നേരെ ചാടിയവളെ കണ്ട് വേണി മറുപടി കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഭദ്രൻ വേണിക്കടുത്തായി നിന്നുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. വേണിയോട് ദേഷ്യത്തിൽ വന്ന അച്ചു അത് കേട്ടുകൊണ്ട് വിളറിക്കൊണ്ട് മറുപടി പറയാതെ കുറച്ച് മാറി നിന്നിരുന്നു. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഈ വട്ടം ഒന്ന് ക്ഷമിച്ചൂടെ? ഇനി ഞാൻ അടങ്ങി ഇവിടെ നിന്നോളാം. വേണ്ട, ക്ഷമിച്ച് എനിക്കിപ്പോൾ ആ കഴിവ് നഷ്ടപ്പെട്ടു. ഞാൻ പുറത്ത് കാണാം, വേഗം ഇറങ്ങ്. അവസാനമായി ലളിത ഒന്നുകൂടി പറഞ്ഞു നോക്കിയതും ലളിതയെ ഒന്ന് തറപ്പിച്ചു നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് വിജയൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഇറങ്ങട്ടെ? ഈ സന്ധ്യയ്ക്ക് അവിടെയൊക്കെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ആക്കിയോ നീയെ? പോകാനിറങ്ങവേ തന്നോട് യാത്ര പറയുന്നവനെ നോക്കി പത്മനാഭൻ വിഷമത്തോടെ ചോദിച്ചു. വീടൊക്കെ തൂത്തു തുടച്ചിടുന്നതല്ലേ അവിടെ നോക്കാൻ ഏൽപ്പിച്ചവർ. സാധനങ്ങൾ കുറച്ച് മേടിക്കണം. അത് നാളെ കൊണ്ട് ശരിയാകും. മോളെ ഇവിടെ ആദ്യമായി കണ്ടപ്പോൾ മുതൽ ഞാൻ അവഗണിച്ചിട്ടേ ഉള്ളൂ. ആ കുടുംബത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട്. തെറ്റ് ഞാൻ തിരുത്തിയപ്പോഴേക്കും പണ്ട് ഞാൻ മോളോട് ചെയ്തതിനുള്ളത് തിരിച്ചു കിട്ടി. അതും എൻ്റെ മോൻ വഴി. മോള് പഴയതൊക്കെ മറക്കണം. ഞാൻ വന്ന് കണ്ടോളാം ഇടയ്ക്ക്. പത്മനാഭനോട് സംസാരിച്ച ശേഷം വേണിക്കരികിൽ പോയി അവിടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വിജയൻ ക്ഷമാപണത്തോടെ പറഞ്ഞു. എന്താ ചെറിയച്ച, അതൊന്നും ഞാൻ ഓർക്കുന്നുകൂടിയില്ല. നേർത്ത ചിരിയോടെ പറയുന്നവൾക്ക് നേരെ തളർന്ന ചിരി സമ്മാനിച്ചുകൊണ്ട് അനുവിനെ ഒന്ന് ചേർത്ത് പിടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് വിജയൻ പുറത്തേക്കിറങ്ങി. മുഖം കുനിച്ചുകൊണ്ട് ലളിതയും സന്ദീപും കൂടെ അച്ചുവും ഇറങ്ങിയിരുന്നു.
താഴെ രാത്രി ആഹാരം കഴിഞ്ഞ് വല്യച്ഛൻ്റെയും ജാനകിയമ്മയുടെയും സംശയങ്ങൾ തീർത്തുകൊണ്ട് ഭദ്രൻ തൻ്റെ മുറിയിലേക്ക് കയറുമ്പോഴേക്കും കുളി കഴിഞ്ഞുകൊണ്ട് വേണി ഇറങ്ങിയിരുന്നു. അതൊന്നു നോക്കി അവനും കുളിച്ചിറങ്ങിയപ്പോഴും ഉറങ്ങാതെ ആലോചനയോടെ കിടക്കുന്നവളെ കണ്ട് സംശയത്തോടെ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താടോ, എന്താ ആലോചിക്കുന്നേ? താൻ അടുത്ത് കിടക്കുന്നതറിയാതെ മുകളിലേക്ക് നോക്കി ആലോചനയോടെ കിടക്കുന്നവൾക്ക് നേരെ തല ചെരിച്ചുകൊണ്ട് അവളുടെ കൈകൾക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഏ ആ ഭദ്രേട്ടൻ വന്നോ? ഞാൻ വെറുതെ എന്തോ. പെട്ടെന്ന് ഭദ്രൻ്റെ വിളി കേട്ടുകൊണ്ട് ആലോചനയിൽ നിന്ന് ഞെട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. സ്നേഹം അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ വേണി, അല്ലെങ്കിൽ വിഷമിക്കേണ്ടി വരും. വേണിയുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കി ഭദ്രൻ പറഞ്ഞു. കൂടപ്പിറപ്പായിട്ട് തന്നെയാ കണ്ടത്, പക്ഷേ രക്തബന്ധമില്ലാത്തത് കൊണ്ടാകും അല്ലേ? എങ്കിലും ഇങ്ങനെ ചെയ്യാൻ അവൾ കൂട്ടുനിന്നെന്ന് ഓർക്കുമ്പോൾ എനിക്കെന്തോ ഒരു. പക്ഷേ രക്തബന്ധമില്ലെങ്കിലും എനിക്ക് അനിയത്തിയായി അവൾ ഉണ്ടല്ലോ ഇവിടെ. അനു, അത് മതി. അവളേ ഉള്ളൂ എനിക്ക് അനിയത്തിയായി. ഭദ്രൻ പറഞ്ഞത് കേൾക്കെ വേദനിച്ച ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ഭദ്രന് നേരെ തിരിഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നിരുന്നു. ക്ഷീണമില്ലേ? ഉറങ്ങിക്കോ, മറ്റൊന്നും ആലോചിക്കേണ്ട. തൻ്റെ നെഞ്ചിലേക്ക് വന്ന് ചേർന്നവളെ കൈകൾ കൊണ്ട് ചുറ്റിക്കൊണ്ട് മൂർത്താവിൽ മുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ആ നെഞ്ചിലെ ചൂടിൽ എല്ലാം മറന്നുകൊണ്ട് അവൾ തൻ്റെ കണ്ണുകൾ അടച്ചിരുന്നു. ഇവിടൊക്കെ എങ്ങനെയാ അമ്മേ താമസിക്കുന്നേ? ചൂടും കൊതുകും, ഒരു AC പോലും ഇല്ലല്ലോ. പുതിയ വീട്ടിലേക്ക് കയറി ബാഗും വെച്ചുകൊണ്ട് ചുറ്റും നോക്കി അമർഷത്തോടെ സന്ദീപ് പറഞ്ഞു. നിനക്കൊക്കെ എല്ലാ സൗകര്യവും കൂടുതലായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ താമസിച്ചു നോക്ക്, നന്നാകുമോ എന്നറിയാമല്ലോ. സന്ദീപ് പറഞ്ഞത് കേൾക്കെ അവനെ ദേഷ്യത്തോടെ നോക്കി അതും പറഞ്ഞുകൊണ്ട് വിജയൻ അകത്തേക്ക് നടന്നു. നീ എന്നെ നോക്കിയിട്ട് എന്തിനാ? എന്തോ പ്ലാനും പറഞ്ഞ് എന്നെക്കൊണ്ട് വേണ്ടാത്തത് ചെയ്യിപ്പിച്ച് ഈ പ്രായത്തിൽ കഷ്ടപ്പെടുത്തിയപ്പോൾ എൻ്റെ മക്കൾക്ക് തൃപ്തിയായി കാണുമല്ലോ. മോളൊരുത്തി ആദ്യമേ സ്വന്തം തടി നോക്കി രക്ഷപ്പെട്ടു. മോനൊരുത്തൻ ഇമ്മാതിരി സാധനത്തിനെ കെട്ടിക്കൊണ്ടുവന്നു. മക്കളായാൽ ഇങ്ങനെ വേണം. മുൻജന്മത്തിലെ ശത്രുക്കളെ ഇപ്പോഴാ എനിക്ക് മനസ്സിലായേ. സന്ദീപിൻ്റെ നോട്ടവും ചെറിയ വീട്ടിലേക്കുള്ള മാറ്റവും കൊണ്ട് ദേഷ്യത്തോടെ ലളിത പറഞ്ഞുകൊണ്ട് അവിടെ കണ്ട ചെറിയ സോഫയിലേക്കിരുന്നു. അയ്യോ എൻ്റെ മോളെ, നിന്റെ ജീവിതം തകർന്നല്ലോടി. ഇതും കൂടിയേ ഉള്ളായിരുന്നു. എല്ലാം കൊണ്ടും തൃപ്തിയായി. പോയി അമ്മായിയമ്മയെ സ്വീകരിക്കടാ. അലറിക്കരഞ്ഞുകൊണ്ട് ഗേറ്റ് കടന്ന് വരുന്ന ഉഷാമ്മയെ കണ്ടുകൊണ്ട് തലയിൽ കൈവച്ചുകൊണ്ട് ലളിത സന്ദീപിനോട് പുച്ഛത്തോടെ പറഞ്ഞു. എന്താടി മോളെ, എല്ലാവരും കൂടെ നിന്നെ ചതിച്ചതാണോ? ഇവനെപ്പോലെ ഒരുത്തനെ. ഉഷാമ്മ അകത്തേക്ക് വന്നുകൊണ്ട് അച്ചുവിനെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് അടുത്ത് കണ്ണുമിഴിച്ച് നിൽക്കുന്ന സന്ദീപിനെ നോക്കി അവജ്ഞതയോടെ പറഞ്ഞു. രാജകുമാരിക്ക് കോലോത്തെ തമ്പുരാനെ ആലോചിച്ചതാ. തമ്പുരാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ്റെ തലയിൽ കയറിയതാ. ഉഷാമ്മ പറഞ്ഞത് കേൾക്കെ ലളിത പുച്ഛത്തോടെ പറഞ്ഞു. ദേ, കോലോത്തെ ആണെന്നൊന്നും ഞാൻ നോക്കൂല. എൻ്റെ മോളുടെ ഭാവി നശിപ്പിച്ചതും പോരാ, കളിയാക്കുന്നു. നിങ്ങളുടെ മോളല്ലേ, എന്ത് ഭാവി കാണാനാ? എൻ്റെ മോൻ്റെ ഭാവിയല്ലേ പോയത്. സ്ത്രീധനം എന്ത് കിട്ടേണ്ടതായിരുന്നു എൻ്റെ മോന്. ഇതിപ്പോൾ ധർമ്മകല്യാണമായി പോയില്ലേ? ഉഷാമ്മ പറഞ്ഞത് കേൾക്കെ ദേഷ്യം അടക്കാൻ പ്രയാസപ്പെട്ട് ലളിത പറഞ്ഞു. ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യം വേണ്ടെങ്കിലോ? വാ അച്ചു, നമുക്ക് പോകാം. ഇവർ പറഞ്ഞ പോലെ തമ്പുരാൻ തന്നെ വരും, നീ വാ. അമ്മ ഒന്ന് വന്നേ, ഞാൻ പറയട്ടെ. ദേഷ്യത്തോടെ തന്നെ കൊണ്ടുപോകാൻ നോക്കുന്ന ഉഷാമ്മയുടെ കയ്യിൽ പിടിച്ച് അകത്തെ റൂമിലേക്ക് നടന്നുകൊണ്ട് അച്ചു പറഞ്ഞു. എന്താടി, വിടെന്നെ. അമ്മ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിപ്പോൾ ഇവിടെ നിന്നിറങ്ങിയാൽ നാണക്കേട് നമുക്കാ. മീഡിയ അറിഞ്ഞ കാര്യമാ. അവർ ന്യൂസ് പുറത്ത് വിട്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. അതിൻ്റെ കൂടെ വേണി അറിഞ്ഞാലുള്ള നാണക്കേട് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. തന്നെ രൂക്ഷഭാവത്തിൽ നോക്കുന്ന ഉഷാമ്മയെ നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു.